നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോക്കകത്ത് സ്റ്റഡ് ഐറ്റംസ് ആട്ടോ. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സ്ഥിരം ഇടാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാവോ എന്ന്. അപ്പോൾ സ്റ്റഡിനൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കൂടുതൽ ഞാൻ അതുകൊണ്ട് കുറച്ച് സിൽവർ കളറിലുള്ള ഐറ്റംസ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിൽവർ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്തോളും. ഗോൾഡും കമ്മലിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. സ്ഥിരം ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 180-200 റേഞ്ചുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റിൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നേരിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിലൊക്കെ എക്സ്ട്രാ പീസസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ അവൈലബിലിറ്റി അതിനകത്ത് കിട്ടും. അവൈലബിൾ ആയിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ട്സിലും ഉണ്ട്. ഓർണമെന്റ്സിൽ കയറി നോക്കിയിട്ട് സ്റ്റഡിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ തന്നെ നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ വെച്ചിട്ട് ഇതിൽ കൊടുത്തേക്കുന്ന ആ ഒരു ബാർകോഡ് നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾ സെർച്ച് പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു പോർഷനിൽ സെർച്ച് ചെയ്തെടുത്താലും അങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് ആ പ്രൊഡക്റ്റിലോട്ട് എത്താം. പിന്നെ റിലേറ്റഡ് പ്രൊഡക്റ്റിൽ അതിൻ്റെ ഒരു ബാലൻസ് കിടപ്പുണ്ടാവും. അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ എല്ലാ പ്രൊഡക്ട്സും കാണണമെങ്കിൽ എല്ലാ പേജിലും കയറി നോക്കിയാൽ മതി. സ്റ്റഡി നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഇത് അടിപൊളിയായിട്ടുള്ള ഒരു നീണ്ട ടൈപ്പ് AD സ്റ്റോൺ വരുന്ന ഐറ്റംസ് ആണ്. AD തന്നെയാണ് കേട്ടോ. AD തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നീണ്ട സ്റ്റോൺസ് ആണ് വരുന്നത്. ഇതിനകത്ത് കുഞ്ഞൊരു ഒരു സ്റ്റോൺ കണ്ടോ, റൗണ്ട് സ്റ്റോണും ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നീളത്തിലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. കുഞ്ഞ് സ്റ്റഡൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി വരുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ പിള്ളേർ സെറ്റിനൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇതുപോലെ വരും. ഇപ്പോൾ കുറച്ച് എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ച് പോകാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ് നോർമലായിട്ട് വരുന്നത്. ഇത് ഇതിന്റെ നമ്പർ 6399, റേറ്റ് 180, 180. ഇത് സിൽവർ അല്ല, ഗോൾഡ് ആട്ടോ. അപ്പൊ ഇതും ചെറുത് തന്നെയാണ്, ഒത്തിരി വലിപ്പം ഇല്ല എന്നാൽ തീരെ ചെറുതൊന്നും പറയാനില്ല. ഇതാണ് ഇതിന്റെ ഡിസൈൻ. ഇത് നല്ല വെറൈറ്റി ഡിസൈൻ ആട്ടോ. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു പാവക്കുഞ്ഞിനെ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല കേട്ടോ, ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഫ്ലവർ പോലെ തന്നെയാണ്. ഒരു സ്ക്വയർ രീതിയിൽ മേളിൽ കൊടുത്തിട്ട് താഴത്തോട്ട് കുറച്ച് നീണ്ട ഒരു ഓവൽ ഷേപ്പിലുള്ള AD സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുഞ്ഞ് തന്നെയാണ്, തീരെ പൊടിയല്ല, അത്യാവശ്യം ചെറിയൊരു വലിപ്പമുള്ള സൈസ്. ഇതിൻ്റെ നമ്പർ 6376, റേറ്റ് 180. അടുത്ത് വരുന്ന ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്ന ഒരു അൺകട്ട് എന്ന് പറയാൻ പറ്റും. ഏകദേശം ആ ടൈപ്പാണ് കേട്ടോ. അൺകട്ട് അല്ലല്ലേ, അല്ല, ഒറ്റ സ്റ്റോണിൽ തന്നെ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിങ്ങനെ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ ഡയമണ്ട് ഷേപ്പിലിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ പോലെ തന്നെ ഇരിക്കും. ഇതൊക്കെ നല്ല പാറ്റേൺ ആണ്. എപ്പോഴും ഇടുന്നവർക്ക് അറിയാം അതിനെപ്പറ്റിയുള്ളൊരിതേ. കാരണം ഒറ്റ കല്ലിൻ്റെ ഐറ്റംസും പിന്നെ പേളിൻ്റെ ഒക്കെ ഒറ്റ പേളായിട്ട് വരുന്നതൊക്കെ ഇങ്ങനെ ഇത് തന്നെയായിട്ട് ഇടുന്നവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരുന്ന ഐറ്റംസ് ആട്ടോ. ഒരു മീഡിയം സൈസുള്ള ഐറ്റംസ് എന്ന് കാണിക്കുന്നതല്ല. അപ്പോൾ ഇതിന് നമ്പർ 6397, റേറ്റ് 180. സെയിമിൻ്റെ തന്നെ ചെറിയൊരു ഗോൾഡൻ ടച്ച്. ഇതിന് അങ്ങനെ എടുത്തു പറയത്തക്ക ഇതില്ല, കാരണം ബോർഡറിൽ കൂടെ മാത്രമേ ഒരു ഗോൾഡൻ്റെ ഫിനിഷ് വരുന്നുള്ളൂ. ബാക്കി മുമ്പേ കാണിച്ച സിൽവറിൻ്റെ അതേ ലുക്ക് തന്നെയാണ്. സിൽവർ എന്ന് പറഞ്ഞാലും നമുക്ക് ഇപ്പം വൈറ്റ് ഗോൾഡ് ഒക്കെ വരുന്നതുകൊണ്ട് ഗോൾഡ് പോലെ തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്ക് സൈഡൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്പർ 6395, റേറ്റ് 180. നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിൽ ചെറിയൊരു പേളൂടെ വരുന്ന മോഡലാണ്. ഇത് താഴോട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റഡിൻ്റെ ഒരു ഏകദേശം ഫിനിഷ് വരുന്നത്. ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ കയ്യിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ സൈസ് മനസ്സിലാവുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വെച്ച് കാണിക്കുന്നത്. ഈ ഒരു ഏകദേശം സൈസാണ് വരുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് 6398, റേറ്റ് 180. അടുത്ത കുഞ്ഞൊരു സ്റ്റാറിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഇതിൽ കുഞ്ഞു സ്റ്റോൺസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ ശരിക്കും ഭംഗി മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ എങ്ങനെയാണല്ലോ ഈ വെട്ടം അടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ശരിക്കൊരു ഫിനിഷിങ് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഇതിനെ തന്നെ നല്ല അടിപൊളിയാണ്, എന്നാലും നേരിട്ട് കാണാൻ ഇതിലും നല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അതിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു കുഞ്ഞ് സ്റ്റാറിൻ്റെ ഡിസൈൻ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിന് നമ്പർ 6394, റേറ്റ് 180. ഒരു ഓവൽ ഷേപ്പ്, നല്ലൊരു ഓവൽ പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ സെൻറ്ററിലെ സ്റ്റോൺ ഇങ്ങനെ ഇച്ചിരി ഒറ്റക്കല്ലുള്ള ഒരു സ്റ്റോണും പിന്നെ ചുറ്റിനും കുഞ്ഞായിട്ടുള്ള സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡ്യൂട്ടിയിലൊക്കെ ഇതൊക്കെ മാത്രം ഇങ്ങനെ കുഞ്ഞ് സ്റ്റഡ് മാത്രമൊക്കെ ഉപയോഗിക്കുന്ന കുറേ അങ്ങനെ ജോബ് ചെയ്യുന്നവരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പിള്ളേർ സെറ്റിലൊക്കെ കുറേ പേര് സ്റ്റഡ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കും പിന്നെ ഈ സാരിയുടെ കൂടെ അമ്മമാർക്കും ഒക്കെ നല്ല പറ്റുന്ന പാറ്റേണാണ് ഇതൊക്കെ. ഇത്രയും വെറൈറ്റി നിങ്ങൾ ഗോൾഡിൽ പോയി നോക്കിയ പോലും കിട്ടില്ല, കാരണം നമ്മൾ ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ അകത്ത് ഇമിറ്റേഷൻ്റെ ആയതുകൊണ്ട് എപ്പോഴും കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒത്തിരി വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. വെബ്സൈറ്റിൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് സെൻറ്ററിലല്ല കേട്ടോ, ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ആ ഒരു ബാക്കിലോട്ടുള്ള ഇത് പോയേക്കണേ. പക്ഷെ കുഞ്ഞായതുകൊണ്ട് അങ്ങനെ ഒത്തിരി പ്രശ്നമൊന്നുമില്ല. ഇടുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ കാത് ഒത്തിരി ഇങ്ങനെ കീറിപ്പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് താന്ന് കിടക്കുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളവർ എടുക്കണ്ട. അല്ലാതെ നോർമൽ ഇതൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്പർ വരുന്നത് 6402, റേറ്റ് 200, 200. ഇത് ചെറുതായിട്ടൊരു ഹാങ്ങിങ് എന്ന് പറയാം, ചെറുതായിട്ട് ഒരു പേളിൻ്റെ ചെറിയൊരു ഹാങ്ങിങ്.
ഇത് ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര വലിപ്പമുള്ള സ്റ്റഡ് അങ്ങനെ യൂസ് ചെയ്യാത്തവർക്ക്, അങ്ങനെ ഹാങ്ങിങ് ഇടാൻ ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര വലിപ്പം ഉപയോഗിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള പേളിന്റെ താഴത്തോട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ട്, പിന്നെ ഈ ഒരു സ്റ്റഡിന്റെ ഭംഗിയുണ്ടോ, നല്ല രസമാണ്. ഇങ്ങനെ നീണ്ട ഒരു AD സ്റ്റോണാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന് ആ ഒരു തിളക്കമൊക്കെ ശരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് അതിനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും AD സ്റ്റോണിന്റെ ഭംഗി നേരെ തന്നെ കാണണം. നമുക്ക് വെട്ടത്തിൽ അത് അത്ര ഈ ഒരു ക്യാമറയ്ക്കകത്ത് അത്ര അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഫോട്ടോസ് കുറച്ച് ആഡ് ചെയ്തേക്കാം, എന്നാൽ പോലും നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി ശരിക്കും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഇത് മൊത്തത്തിൽ ആ പേളിൻ്റെ ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും. ഇതൊരു സിൽവർ കളറിൽ തന്നെ വന്നേക്കുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് 6401, റേറ്റ് 200, 200. നമുക്ക് നെക്സ്റ്റ് വരുന്ന എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആട്ടോ, ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഐറ്റമാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ക്യൂട്ട് ഡിസൈൻ എന്ന് പറയാം. അപ്പൊ ഇതിന് ആ ഒരു ചുറ്റിന് കൊടുത്തേക്കുന്ന ആ ഒരു ഇതിനൊക്കെ കുറച്ചൊരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് കേട്ടോ. സിൽവർ എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാൽ ബ്ലാക്ക് മെറ്റൽ എന്നും പറയാൻ പറ്റില്ല, സിൽവർ തന്നെയാണ്. ആ ഒരു മുട്ടിന് മാത്രം കുഞ്ഞൊരു ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ അത് കാണാൻ. ബാക്കി ചുറ്റിനും ആ ഒരു അകത്ത് മൊത്തത്തിൽ കുഞ്ഞായിട്ട് ഇതിന്റെ സെന്റർ നമ്മുടെ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന സെന്റർ ഹോൾ ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് സാധാ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ബാക്കി കുഞ്ഞു AD സ്റ്റോൺസ് ആണ് ഇതിന്റെ അകത്ത് മൊത്തത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്പർ 6380, റേറ്റ് 180. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റിംഗ് പാറ്റേണിൽ, ഇതും സിമ്പിൾ ആയിട്ട് ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ്. ഞാൻ ഇതിടയ്ക്ക് കാണിക്കുന്ന കേട്ടോ. അതിന്റെ തന്നെ എനിക്കൊന്ന് സ്റ്റോണിന്റെ ലെയറിനും പിന്നെ ആ ഒരു സ്റ്റോൺസ് ലേ ചെയ്തിരിക്കുന്ന അതിന് മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇത് ശരിക്കും പക്ക ഗോൾഡ് അതേ ലുക്ക് തന്നെയാണ് കേട്ടോ. ഇത് കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് ഇടാവേ. ഒത്തിരി വലിപ്പവും ഇല്ല, ഒരു ആവറേജ് നോർമൽ റൗണ്ട്, റിങ്ങിന്റെ നോർമൽ റൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ആ ഒരു സൈസ് അത്ര കറക്റ്റായിട്ട് പിടുത്തം കിട്ടത്തില്ല. പിന്നെ ഇച്ചിരി വലിപ്പം കൂടുതലാണ് ഞാൻ എല്ലാത്തിനും പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു മീഡിയം കുഞ്ഞ് ഒരു റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഫിനിഷിങ് ഉണ്ടല്ലേ, സ്റ്റോൺസ് കൊടുത്തേക്കുന്ന ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ ഇതൊക്കെ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ എൻ്റെ കൊച്ചൊക്കെയാണല്ലോ, അന്നമ്മയൊക്കെ ആണെങ്കിലും എപ്പോഴും ഈ ഒരു റിംഗ് പാറ്റേൺ തന്നെ ഇടുന്നത്. അങ്ങനെ മാറി ഇടാറേ ഇല്ല, എപ്പോഴും ഈ ഒരു റിങ്ങിന്റെ തന്നെ മോഡലാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ടെങ്കിലേ ഉള്ളൂ. ഇത് എപ്പോഴും ഇടാൻ നല്ല എളുപ്പമാണ്, കിടക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ റിങ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. കുഞ്ഞു പിള്ളേരെന്നല്ല കേട്ടോ, വലിയ ഒത്തിരി പേരുണ്ട് റിങ് മാത്രമേ യൂസ് ചെയ്യുന്നവര്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇതിന് ജസ്റ്റ് വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട്, പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ നമ്പർ 6400, റേറ്റ് 200, 200. നമുക്ക് അടുത്ത് വരുന്നത് ഇത് ഒരു സ്റ്റാർ എന്ന് വെച്ചാൽ നോർമൽ സ്റ്റാറിനെക്കാളും കുറച്ച് വ്യത്യാസത്തിൽ. നമുക്ക് സാറിന് നമ്മൾ സ്റ്റാർ ഇടുമ്പോഴൊക്കെ കണ്ടില്ല, അതിൻ്റെ തന്നെ പല ഷേപ്പിൽ വരത്തില്ലേ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു സ്റ്റാർ എന്ന് പറയാം. സ്റ്റാർ ഷേപ്പ് തന്നെയാണ്. ഇതിലും ഏകദേശം ഒറ്റക്കല്ലിൻ്റെ തന്നെ ഒരു ഡിസൈൻ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇതല്ലേ, ഇതും കുഞ്ഞാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ അകത്തും ഈ മുട്ട് പോലെ ഇടയ്ക്കൂടെ ആ ഒരു സിൽവറിൻ്റെ ഒരു ഡിസൈനും വരും. കുഞ്ഞി സ്റ്റഡൊക്കെ മാത്രം ഇടുന്നവർക്ക് നല്ലതാണ്. ഇതിന്റെ നമ്പർ വരുന്നത് 6396, റേറ്റ് 180. അടുത്തൊരു ഡ്രോപ്പ് ഷേപ്പില് ഗോൾഡൻ ഫിനിഷിലുള്ള ഐറ്റം കേട്ടോ. ഇതും ഒറ്റക്കല്ല് തന്നെയാണ്, അൺകട്ട് പോലെ ഇരിക്കും. ഒറ്റക്കല്ല് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബോർഡർ ആയിട്ട് ഒരു ഗോൾഡൻ ലൈൻ പോയിട്ടുണ്ട്. ഇതുണ്ട്, ഡ്രോപ്പ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഡ്രോപ്പിന്റെ ആദ്യ പോർഷനിലാണ് ഇതിന്റെ ആ ഒരു ബാക്കിലോട്ടുള്ളത് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ താഴത്തോട്ട് കിടക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നോർമൽ ആ ഒരു ഹോളൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല. എന്തെങ്കിലും ഹോള് വലുതായിപ്പോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഉള്ളവർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് എടുക്കുക. അങ്ങനെയുള്ളവർ എടുക്കണ്ട. സാധാരണ രീതിയിലൊക്കെ കുഞ്ഞു സ്റ്റഡ് യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതാണ്, ഇവിടെയാണ് ഇതിന്റെ സ്റ്റഡിന്റെ ഇത് വരുന്നത്. പക്ഷെ അതങ്ങനെ കിടക്കുമ്പം ആ ഡ്രോപ്പിന്റെ കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ വരണം, എന്നെങ്കിലേ ഉള്ളൂ. സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പിന്റെ ആ ഒരു ശരിക്കുള്ള ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ കൊടുത്തേക്കുന്നത്. നല്ല രസമാട്ടോ, ഒരു ഫ്രെയിം ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതിന്റെ നമ്പർ 6377, റേറ്റ് 180. നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇതും സെന്ററിൽ ഒരു പേൾ കൊടുത്തിട്ടുള്ള മോഡൽ തന്നെയാണ്. ഇതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഒരു പ്രത്യേക ഭംഗി, നമ്മുടെ സൂര്യന്റെ ഒക്കെ ഒരു ഹാഫ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കുഞ്ഞായിട്ട് ഇങ്ങനെ നീണ്ട സ്റ്റോണാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് സെന്ററിൽ മാത്രം പേളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ നല്ല രസമാട്ടോ, സ്ഥിര ഉപയോഗക്കാർക്ക് നല്ല ഐറ്റം തന്നെയാണ്. ഇതല്ലേ, ബാക്ക് സൈഡ് ഇങ്ങനെ വരും. നമ്പർ 6378, റേറ്റും ഭയങ്കര റീസണബിൾ ആണ്. ഇതെല്ലാം AD സ്റ്റോൺ ആട്ടോ. AD സ്റ്റോണിന്റെ ഈ ഒരു റേറ്റിൽ തന്നെയാണല്ലോ ഇത് റീസണബിൾ ആണ്. റേറ്റ് 180.